ശബരിമല വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം റദ്ദാക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ഹൈക്കോടതിയിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. ഭൂമി ഏറ്റെടുക്കുന്നതിനായി പുതിയ വിജ്ഞാപനം പുറത്തിറക്കും. നിലവിലെ വിജ്ഞാപനം നേരത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, വിവരങ്ങൾ. പ്രവിധ ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിലെ ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ വിജ്ഞാപനം നേരത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ബിലീവേഴ്സ് ചർച്ചിന് കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് അന്ന് സ്റ്റേ നടപടി ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനമായി ഉന്നയിച്ചത് രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട അതിന്റെ സ്ഥല ഉടമസ്ഥാവകാശമാണ്. അത് സർക്കാർ ഭൂമിയാണോ സർക്കാർ ഭൂമിയാണോ ബിലീവേഴ്സ് ചർച്ചിന്റെ ഭൂമിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. മറ്റൊന്ന്, ഈ സാമൂഹ്യ ആഘാത പഠനം നടത്തിയത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ്. സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമാണ്. ഇത് ചട്ടവിരുദ്ധമാണ്, കേന്ദ്ര സംസ്ഥാന ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അന്ന് ഹർജി ഈ വിജ്ഞാപനം സ്റ്റേ ചെയ്തത്. നിലവിൽ സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത് പുതിയ ഈ സാമൂഹ്യ ആഘാത പഠനത്തിലുള്ള പുതിയ ഏജൻസിയെ നിയമിക്കും. അതോടൊപ്പം തന്നെ പുതിയ വിജ്ഞാപനവും പുറത്തിറക്കുമെന്നാണ് നിലവിൽ കോടതി അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പഠനങ്ങൾക്ക് ഫ്രഞ്ച് ഏജൻസി ഉൾപ്പെടെ സർക്കാർ സമീപിച്ച ഘട്ടത്തിലാണ് പുതിയ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രവിധ, ശരി. ശബരിമല വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം റദ്ദാക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു.